എല്ലാവർക്കും അക്കൂസ് ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എക്സൽ ട്യൂട്ടോറിയൽ നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക്ഷീറ്റ് ലേഔട്ടിനെ കുറിച്ചാണ്. ലേഔട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഇൻസേർട്ട് ഡിലീറ്റ് റോസ് ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ള ടേബിളുകളെ എഫക്റ്റ് ചെയ്യാതെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, എങ്ങനെ കോളം വാല്യൂ അല്ലെങ്കിൽ റോ വാല്യൂസ് എങ്ങനെ ഹൈഡ് ചെയ്യാം, അതുപോലെ മൂവ് ചെയ്യാനുള്ള ഡാറ്റാസ് മൂവ് ചെയ്യാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കോളവും റോയും ഒക്കെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വർക്ക്ഷീറ്റിൽ രണ്ട് ടേബിളുണ്ട്, എംപ്ലോയീസ് ഡീറ്റെയിൽസ് എന്നുള്ള ടേബിളും സെൻറ്റർ ഡീറ്റെയിൽസ് എന്നുള്ള ടേബിളും. ഇതിൽ എംപ്ലോയി ഡീറ്റെയിൽസിൽ നമുക്ക് ഒരു റോയും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ റോ ഹെഡറിൽ പോയി ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് കൊടുക്കും. ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പുതിയൊരു റോ എൻ്റർ ആവും. പക്ഷേ ആ പുതിയ റോ നമ്മുടെ സെൻറ്റർ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ടേബിളിലും എഫക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ എഫക്റ്റ് ആവാതെ ഈ എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ള ടേബിളിൽ മാത്രമായിട്ട് ഒരു പുതിയ റോ എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ എവിടെയാണോ നമുക്ക് റോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അത്രയും ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്കിൽ നമുക്കിവിടെ ഇൻസേർട്ട് എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഷിഫ്റ്റ് സെൽ റൈറ്റ്, ഷിഫ്റ്റ് സെൽ ഡൗൺ, എൻ്റെയർ റോ, എൻ്റെയർ കോളം എന്നുള്ള എൻ്റെയർ റോ എൻ്റെയർ കോളമാണ് നമ്മൾ നേരത്തെ കണ്ടത്. മുഴുവൻ റോയും കോളം ക്രിയേറ്റ് ആവും. നമ്മൾ ഷിഫ്റ്റ് സെൽ ഡൗൺ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ റോ ക്രിയേറ്റ് ആയി. പക്ഷേ അത് നമ്മൾ ഈ ഇത്രയും സെലക്ട് ചെയ്ത ഭാഗത്ത് മാത്രമേ എഫക്റ്റ് ആയിട്ടുള്ളൂ. നമ്മൾ അടുത്ത ടേബിളിൽ അത് എഫക്റ്റ് ആയിട്ടില്ല. ഇതേ കാര്യം നമുക്ക് കോളത്തിനും ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്ത് മാത്രം ഒരു പുതിയ കോളം ഇൻസേർട്ട് ആവും നമ്മൾ ഷിഫ്റ്റ് സെൽ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളിവിടെ ഹെഡറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ്റെ റോ ഡിലീറ്റ് ആയിപ്പോവും. അതിന് പകരം നമ്മൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക്, ഇവിടെ ഡിലീറ്റ് എന്ന് കാണാൻ പറ്റും, ഡിലീറ്റ്. ഇവിടെ ഷിഫ്റ്റ് സെൽ അപ്പ് എന്ന് കാണാൻ പറ്റും, അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത്രയും സെലക്ട് ചെയ്ത ഭാഗത്തുള്ളത് മാത്രം ഡിലീറ്റ് ആവും. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ചില റോയോ അല്ലെങ്കിൽ കോളമോ ഹൈഡ് ചെയ്യേണ്ടി വരാറുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് ഇതിൽ ഫോൺ നമ്പർ എന്നുള്ള ഈ കോളം നമുക്ക് ഹൈഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കോളം ഹെഡറിൽ പോവാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈഡ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളം ഹൈഡായി പോകും. ഇതേപോലെ നമുക്ക് റോയിലും ചെയ്യാൻ പറ്റും. ഏത് റോ ആണോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് അവിടെ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ റോ ഹൈഡാവും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് ഒരേ സമയത്ത് ഹൈഡ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ കോളമാണോ ഹൈഡ് ആവേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കോളങ്ങൾ ഹൈഡായി പോകും. നമ്മൾ ഷീറ്റിൽ ഏതെങ്കിലും റോയോ കോളമോ ഹൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹെഡറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സാധാരണ സിംഗിൾ ലൈനായിട്ടാണ് ഇവിടെ ഹെഡറിൽ ഓരോ കോളം സെപ്പറേഷൻ കാണിക്കുക. പക്ഷേങ്കിൽ അവിടെ ഹൈഡായിട്ടുള്ള കോളം ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ലൈനായിട്ട് കാണിക്കുക. നമ്മളവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡായ കോളം ഓരോന്നോരോന്നായിട്ട് അൺഹൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓരോന്നോരോന്നായിട്ട് അത് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ഷീറ്റിൽ പല സ്ഥലങ്ങളിലായിട്ടും ഹൈഡ് ചെയ്ത കോളംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് വരണമെങ്കിൽ ഇത്രയും ഭാഗം സെലക്ട് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് അൺഹൈഡ് കൊടുക്കുക. അപ്പോൾ അത്രയും ഭാഗത്തുള്ള ഹൈഡ് ചെയ്ത കോളംസ് അല്ലെങ്കിൽ റോസ് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മുടെ ഷീറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് ഹൈഡ് ചെയ്ത റോസും കോളംസും ഒക്കെ ഉണ്ട്. നമുക്ക് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതെല്ലാം ഓപ്പൺ ആവണം, അതെല്ലാം അൺഹൈഡ് ചെയ്യണമെങ്കിൽ നമ്മളെന്ത് ഈ കോർണർ ക്ലിക്ക് ചെയ്യുക. ഈ കോർണർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് മുഴുവൻ സെലക്ട് ആവും. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും കോളം ഹെഡറിൽ കൊണ്ടുപോയി അൺഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഷീറ്റിലെ മുഴുവൻ കോളവും അൺഹൈഡ് ആവും. അതുപോലെ ഏതെങ്കിലും റോയിൽ കൊണ്ടുപോയിട്ട് അൺഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷീറ്റിലെ മുഴുവൻ റോസും അൺഹൈഡ് ആവും. നമ്മൾ എൻ്റെയർ കോളോ അല്ലെങ്കിൽ റോ എങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കി. നമുക്ക് ചിലപ്പോൾ എൻ്റെയർ കോളം ഹൈഡ് ചെയ്യേണ്ടി വരില്ല. ചില പെർട്ടിക്കുലർ സെല്ലിലുള്ള വാല്യൂ മാത്രം ഹൈഡ് ചെയ്താൽ മതിയായിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ ഫോൺ നമ്പർ എന്നുള്ളത്, ചില ആൾക്കാരുടെ ഫോൺ നമ്പർ നമുക്ക് ഹൈഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് ഏതൊക്കെ ഫോൺ നമ്പറാണോ ഹൈഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഫോർമാറ്റ് സെൽ എന്ന് കാണാൻ പറ്റും. ഫോർമാറ്റ് സെല്ലിൽ പോവാം, അതിൽ കസ്റ്റം എന്നുള്ളതിൽ പോവാം. അതിൽ നമുക്കിവിടെ ടൈപ്പ് എന്ന് കാണാൻ പറ്റും. അവിടെ 3 സെമികോളൻ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലുള്ള വാല്യൂ ഹൈഡാവും. അവിടെ ഡിലീറ്റ് ആവുന്നില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർമുല ബാറിൽ നമുക്ക് എന്താണ് കണ്ടൻറ്റ് കാണാൻ പറ്റും. പക്ഷെ നമ്മളിത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള വാല്യൂ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുക.
അപ്പോൾ നമുക്കങ്ങനെ പെർട്ടിക്കുലർ സെല്ലിലുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്യാതെ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചിലപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റിലെ ഡാറ്റാസിൻ്റെ പൊസിഷൻ മാറ്റേണ്ടി വരും. നമുക്കിവിടെ സെൻട്രൽ ഡീറ്റെയിൽസ് എന്നുള്ള ടേബിളിൻ്റെ പൊസിഷൻ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് പൊസിഷൻ മാറ്റം ഒന്നെങ്കിൽ നമുക്കിത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് കട്ട് ചെയ്യുക, എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് മാറും. പക്ഷേ അതിന് കട്ട് ആൻഡ് പേസ്റ്റ് അല്ലാതെ വേറൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഏതൊക്കെ ഡാറ്റയാണോ മൂവ് ചെയ്യേണ്ടത് അത്രയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൗസ് പോയിൻ്റർ അതിൻ്റെ എഡ്ജിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നാവിഗേഷൻ കേസറായിട്ട് മാറുന്നതാണ്. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ കൊണ്ടുപോകേണ്ടത് അവിടത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മുടെ ടേബിളിൽ എന്തെങ്കിലും ഫോർമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ആവും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഡാറ്റാസിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് പോയിൻ്റർ എഡ്ജിൽ കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ആവും. ഇനി ചിലപ്പോൾ നമുക്ക് നമ്മുടെ ടേബിളിലെ ഡാറ്റ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് നമുക്ക് ഈ ടേബിൾ എംപ്ലോയി ഡീറ്റെയിൽസിൻ്റെ ടേബിളിൽ ഈ 10ാമത്തെ പൊസിഷനിലുള്ള ആളുടെ ഡീറ്റെയിൽസ് 9ാമതായിട്ടും 9ാമതുള്ള ആളുടെ ഡീറ്റെയിൽസ് 10ാമതായിട്ടും കൊടുക്കണം എന്നിരിക്കുക. അതിനുള്ള എളുപ്പവഴി എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ മൗസ് പോയിൻ്റർ ഇതിൻ്റെ എഡ്ജിൽ കൊണ്ടുവരിക. എഡ്ജിൽ കൊണ്ടുവന്നാൽ നാവിഗേഷൻ പോയിൻ്റർ ആവും. അതിനുശേഷം ഇത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഇങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഉണ്ടായിരുന്ന ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.